കൊട്ടാര മട്ടുപ്പാവിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിയ രാവണൻ ഞെട്ടിപ്പോയി. ഹനുമാൻ വായുവേഗത്തിൽ ഹിമാലയം ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. സൂര്യോദയത്തിനു മുൻപ് ഹനുമാൻ തിരിച്ചെത്തിയാൽ തന്റെ വിജയം തടയപ്പെടുമെന്ന് രാവണൻ തിരിച്ചറിഞ്ഞു. സമയം തനിക്ക് അനുകൂലമാക്കാൻ രാവണൻ ഉടൻ തന്നെ തന്റെ രാക്ഷസപ്പടയ്ക്ക് നിർദ്ദേശം നൽകി. ആ കുരങ്ങൻ ഹിമാലയത്തിൽ എത്തും മുൻപ് ആ രാത്രിയിൽ തന്നെ അവനെ വഴിയിൽ തടയുക, എന്ത് വില കൊടുത്തും അവനെ നശിപ്പിക്കുക. ഒപ്പം പ്രകൃതിനിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് രാവണൻ സൂര്യദേവനോട് ആജ്ഞാപിച്ചു, ഹേ സൂര്യദേവ, ഇപ്പോൾ തന്നെ വേഗം ഉദിച്ചുയരുക. നേരം നേരത്തെ പുലരട്ടെ, മൃത്സഞ്ജീവിനിയുടെ ശക്തി ഇല്ലാതാകട്ടെ. യാത്രയ്ക്കിടയിൽ രാവണന്റെ രാക്ഷസന്മാർ ഹനുമാനെ വളഞ്ഞു. എന്നാൽ തന്റെ പ്രഭുവിനു വേണ്ടി പോരാടുന്ന ഹനുമാന്റെ കരുത്തിനു മുന്നിൽ അവർ തകർന്നടിഞ്ഞു. നിമിഷനേരം കൊണ്ട് ഹനുമാൻ അവരെയെല്ലാം വധിച്ചു. അപ്പോഴാണ് അർദ്ധരാത്രിയിൽ സൂര്യൻ അകാലത്തിൽ ഉദിക്കാൻ തുടങ്ങുന്നത് ഹനുമാൻ ശ്രദ്ധിച്ചത്. തന്റെ ഗുരുവായ സൂര്യദേവൻ രാവണന്റെ ഭീഷണിക്ക് വഴങ്ങുകയാണെന്ന് ഹനുമാൻ മനസ്സിലാക്കി. ഗുരുദേവ, ലോകത്തിന്റെ വെളിച്ചമായ അങ്ങ് എന്നോട് ക്ഷമിക്കണം. രാമകാര്യത്തിനു വേണ്ടി എനിക്ക് ഇത് ചെയ്തേ മതിയാകൂ. ഭക്തിപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് ഹനുമാൻ തന്റെ ശരീരം വലുതാക്കി ഉദിച്ചുയരാൻ ശ്രമിച്ച സൂര്യനെ തന്റെ കക്ഷത്തിൽ ഒളിപ്പിച്ചു. ലോകം വീണ്ടും ഇരുട്ടിലായി. പക്ഷേ ഹനുമാന്റെ പാത തെളിഞ്ഞു തന്നെ നിന്നു. ഗുരുവിനെ സുരക്ഷിതനായി കാത്തുകൊണ്ട് ഹനുമാൻ ഹിമാലയം ലക്ഷ്യമാക്കി തന്റെ യാത്ര തുടർന്നു.